വിഭവങ്ങളെ, റിസോഴ്സുകളെ, നിന്റെ സമ്പത്തിനെ ഒന്നും നശിപ്പിക്കരുത്. ഒറ്റ വാക്യം പറയുന്നു, എന്താണ്? വേല ചെയ്യുക, കാക്കുക. വേല ചെയ്യുക, കാക്കുക, സംരക്ഷിക്കുക, പരിപാലിക്കുക, അതിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി പറയുന്ന എവിടെയൊക്കെയാണ് നമ്മുടെ സംരക്ഷണം? എവിടെയൊക്കെയാണ് നമ്മുടെ ചോർച്ചകൾ? സമയത്തിന്റെ ചോർച്ചകൾ, വിഭവത്തിന്റെ ചോർച്ചകൾ, നമ്മുടെ കഴിവുകളെല്ലാം നാം എവിടെയാണ് വിളിച്ചിടുന്നത്? ശാന്തമായിട്ട് ഒന്ന് സ്വയം വിലയിരുത്തട്ടെ. ഞാനൊന്നും ചോദിക്കുന്നത്, ദൈവത്തിന്റെ കൽപ്പന നീ നന്നായിട്ട് വേല ചെയ്യണം. നിന്റെ കാരണം, നിന്റെ ഡ്യൂട്ടി, ഭർത്താവ് നിലയിൽ, ഭാര്യ നിലയിൽ, മക്കളുടെ നിലയിൽ, ചെറുമക്കളുടെ നിലയിൽ, കുടുംബത്തിനകത്ത് പുറത്ത് ദൈവം ആഗ്രഹിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ എല്ലായിടത്തും നന്നായി വേല ചെയ്യുക. 2, അതിനെ കാക്കുക, സംരക്ഷിക്കുക എന്നുള്ളതാണ്. സമയത്തിന്റെ പരിമിതി വേഗത്തിൽ പോകാം. അങ്ങനെ കുടുംബ ജീവിതത്തിന്റെ കടമകൾ നിരവധിയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. സന്ദേശങ്ങളും ക്രിസ്ത്യൻ മാരേജ് എ കോമ്പിനേഷൻ ഓഫ് ലവ്. എന്താണ് ക്രിസ്ത്യൻ മാരേജ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലവ്. സ്നേഹത്തിന്റെ ഒരു കോമ്പിനേഷനാണ്. സ്നേഹത്തിന്റെ ഒരു ചേർന്നുള്ള ഒരു സംയുക്തമായിട്ടുള്ള ഒരു തലമാണ് കുടുംബത്തിൽ. ഒന്നാമതേ പറയുന്നതാണ്, ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം. ഒരു ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ഇങ്ങനെയുള്ള റെസിപ്രോക്കലായിട്ടുള്ള, പരസ്പരം ചേർന്ന് പോകുന്ന, പരസ്പരം ഭാര്യയെ മാത്രം റെസ്പെക്ട് ചെയ്താൽ മാത്രം മതിയോ? ഭാര്യയെ മാത്രം റെസ്പെക്ട് ചെയ്താൽ മതിയോ? ഭർത്താവ് ഭാര്യയെ റെസ്പെക്ട് ചെയ്യണം. ദൈവം അവിടെ എന്താണ്? റെസിപ്രോക്കലായിട്ടുള്ള, പരസ്പരമായിട്ടുള്ള ബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യൻ മാരേജ് കോമ്പിനേഷൻ ഉണ്ടാവും, അതോടൊപ്പം കോമ്പിനേഷൻ ഓഫ് റെസ്പെക്ട്, അതോടൊപ്പം ക്രിസ്ത്യൻ മാരേജ് കോമ്പിനേഷൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഇവിടെ കുറച്ച് മുതിർന്ന ദമ്പതികളുണ്ടാകും. നമുക്ക് ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? എന്താണ് ഫ്രണ്ട്ഷിപ്പ്? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതെല്ലാം എന്റെ കൂട്ടുകാരന്റെ ചങ്കാണെന്ന് പറയുന്നതാണ് അല്ലേ? ഇന്നത്തെ വാക്കുകളുടെ ഭാഷ പറഞ്ഞാൽ എല്ലാത്തിനും ചങ്കെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്, അത് നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന പോലെയാണ്. ആദാമതാണ് പറയുന്നത് എന്റെ അസ്ഥിയാണ്, എന്റെ മാംസമാണെന്ന് പറയുന്നത്. ഇപ്പൊ അത് പറയുന്നുണ്ടോ? പറഞ്ഞില്ല എങ്കിൽ അതൊന്ന് പറയുവാൻ വേണ്ടിയുള്ള ആഗ്രഹമാണ്. പരിമിതികളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് ക്രൈസിസുകൾ ഉണ്ട്. എന്നാലും ഇവിടെ തമിഴിലൊരു ചൊല്ലുണ്ട്, ഈ ഫ്രണ്ട്ഷിപ്പിന്റെ വേറൊരു അത് വന്ന് കാതലൻ കാതലി എന്നാണ്. എന്താണ് പറയട്ടെ? കാതലൻ കാതലി. അപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയണം, നീ എന്റെ എന്താണ് കാതലി. ഭാര്യ എന്ന് പറയണം, നീ എന്റെ കാതലൻ. മലയാളത്തിൽ എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾ തന്നെ ആലോചിച്ച് നിങ്ങൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി വീട്ടിൽ പോയി ഒരു 10 പ്രാവശ്യമെങ്കിലും ദൈവനാമത്തിൽ പറയണം. മാരേജ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പിന് അപ്പുറമായിട്ട് അതൊരു പ്രണയമാണ്. ഞാൻ പറഞ്ഞല്ലോ, വിവാഹം ഉറപ്പിച്ച് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ പറയുന്ന, ഫോർമുലയിലൂടെ പറയുന്ന ആ ഒരു അസ്ഥി മാംസം മാത്രമല്ല, അപ്പനും അമ്മച്ചിയായിരിക്കുമ്പോഴും അത് തന്നെ പറയുക എന്നുള്ളതാണ് ക്രിസ്തീയ കുടുംബത്തിന്റെ ഒരു തരം. അതിനകത്ത് നമുക്ക് ദൈവപദത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, അത്തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റ്, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കമ്പാനിയൻഷിപ്പ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. സമയത്തിന്റെ പരിമിതി നമുക്കുണ്ടല്ലോ. എന്താണ് നമ്മളെ പഠിക്കാനും ചിന്തിക്കാനും ഈ കുടുംബം ഞാൻ ശ്രമിച്ചത്? ഒന്ന്, കുടുംബം നന്മയുടെ പ്രതീകമാണ്. 2, അത് ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നതാണ്. പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. 3, ദൈവം നമുക്ക് ചില കടമകളുടെ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നു. വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും ദൈവം നമ്മെ വിളിച്ചിരിക്കുക. എന്താണ് പ്രായോഗികതയിൽ എവിടെയൊക്കെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, പ്രയോഗിക്കേണ്ടത് നമുക്ക് ദൈവത്തോട് ചോദിക്കാം, പ്രാർത്ഥിക്കാം.
പറയുന്നത് ഇതേപോലെ കുടുംബ ചാനൽ ദമ്പതികളുമായിട്ടുള്ള ഒരു പറയുമ്പോൾ ഓരോ ഭാര്യയും ഭർത്താവും ഓരോ കുടുംബനാഥനും കുടുംബനാഥയും അത് അപ്പകഷ്ണത്തെ പോലെയാണ്. ഇതിനെ പോലെയാണ് അപ്പകഷ്ണം. ഇതിനെ ഉദ്ദേശിച്ചത് ഈ നമ്മുടെ കടയിലേക്ക് വാങ്ങുന്ന ഈസ്റ്റേൺ ബ്രെഡ് അല്ലെങ്കിൽ മോഡേൺ ബ്രെഡ് മിൽമയുടെയൊക്കെ ബ്രെഡ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെ വീറ്റ് ബ്രെഡിനെയാണ് ഉദ്ദേശിച്ചത്. അല്ലേ, വീറ്റ് ബ്രെഡ് എത്രയാണ് കഴിക്കുന്നത്? കുറച്ചൊരു പ്രമേഹമൊക്കെ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ കഴിക്കാറുണ്ട്. ടേസ്റ്റി ആയിരിക്കും. സ്വീറ്റ് ബ്രെഡിനേക്കാൾ ടേസ്റ്റി ആയിരിക്കും ഈ ബ്രെഡ്? ഇല്ല. നമ്മൾ തന്നെ സ്വയം ഒരു ടേസ്റ്റ് അല്ലാത്തവരായിട്ടുള്ള സമയത്ത് മാറാറുണ്ട്, ഭാര്യയും ഭർത്താവും എല്ലാവരും. എന്നാൽ അവിടെ തിരുമേനി അടുത്ത് പറയുന്നു, അവിടെ ആ വീറ്റ് ബ്രെഡിനെയോ അല്ലെങ്കിൽ സ്വീറ്റ് ബ്രെഡിനെയോ കുറച്ചുകൂടെ നമ്മൾ ജാമിനെ ഒന്ന് ചേർത്താൽ ടേസ്റ്റ് വരോ? മറ്റുള്ള ജാമിനെ ചേർത്ത ടേസ്റ്റ് വരികയോ? ടേസ്റ്റ് വരും. അപ്പോൾ നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ ദൈവം അതിൽ തന്നെ നമുക്ക് വൈദ്യമായിട്ടുള്ള ചിന്താധാരകളാണ്, പെരുമാറ്റങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടേതായ ഗുണങ്ങളെല്ലാം വൈവിധ്യമാണ്. ഒന്നുപോലെയല്ല. ഭാര്യ ചിന്തിക്കുന്ന പോലെയല്ല ഭർത്താവ് ചിന്തിക്കുന്നത്, ഭാര്യ സംസാരിക്കുന്ന പോലെയല്ല ഭർത്താവ് സംസാരിക്കുന്നത്. ഒരു സംസാരിക്കാൻ അല്പം മിതഭാഷിയായിട്ടുള്ള ഭർത്താവിന് ദൈവം കൊടുക്കുന്നത് അധികം സംസാരിക്കുന്ന ഭാര്യയായിരിക്കും. ദൈവത്തിന് നാമം മോഹപ്പെടട്ടെ. എന്തിനാ? ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. പിശുക്കിയായിട്ടുള്ള ഒരു ഭാര്യയ്ക്ക് ദൈവം കൊടുക്കുന്നത് ബഡ്ജറ്റ് ഒന്നും നോക്കാതെ ഉദാരമായിട്ട് ചെലവഴിക്കുന്ന ഒരു ഭർത്താവിനെയായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത്. ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അപ്രകാരമുള്ള വീറ്റ് ബ്രെഡിനെ പോലുള്ള അപകഷ്ടമായിരിക്കുന്ന നമ്മുടെ മുമ്പിൽ അവിടെ ആരായി കയറുന്ന മധ്യത്തിൽ ദൈവം കടന്നു വരികയാണ്. ദൈവം കടന്നു വരുന്നു. ഒരു ജാമായിട്ട്, ഒരു ബസറായിട്ട്, അല്ലെങ്കിൽ പോലെ രണ്ട് അപകടങ്ങളുടെ കാര്യങ്ങൾ വരുന്നു. ദൈവം മധ്യത്തിൽ അതിന് കേന്ദ്രമായി കടന്നു വരികയാണ്. അങ്ങനെ വരുമ്പോൾ ആ ബ്രെഡ് എന്തായി മാറുന്നു? ടേസ്റ്റിയായിട്ട് മാറുകയാണ്. നമ്മുടെ കുടുംബജീവിതത്തിൽ, ദമ്പതികളുടെ മധ്യത്തിൽ, വ്യക്തികളുടെ മധ്യത്തിൽ സ്വയം തന്നെ മാധുര്യമില്ലാത്ത അവസ്ഥയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കേന്ദ്രമാക്കാമോ? ദൈവത്തെ നമുക്ക് കേന്ദ്രമാക്കാമോ? ആരാധനയെ, പ്രാർത്ഥനയെ, വചനപഠനത്തെ എല്ലാം കേന്ദ്രമാക്കുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം, പൈതങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ ദൈവം ധാരാളം നയിക്കുന്ന പങ്കാളിയെ സമർപ്പിക്കാം, ചെറുമക്കളെ സമർപ്പിക്കാം. മുൻപേ അവരുടെ ആരോഗ്യം അന്വേഷിക്കുന്നതോടെ സഹോദരങ്ങൾക്ക് മഹാപരിശുദ്ധനായ സഹോദരനാണ് ഈ കുടുംബജനമായ സ്തോത്രം. അന്ന് ഞങ്ങളെ നന്മയ്ക്ക് വേണ്ടി യോജിപ്പിച്ചിരിക്കുന്നത്, നന്മയ്ക്ക് വേണ്ടി കുടുംബജീവിതത്തിലാക്കിയിരിക്കുന്നത്, എത്രയും നല്ലതായിരിക്കുവാൻ, മേൽത്തരമായിരിക്കുവാൻ അന്ന് ഞങ്ങൾ എത്തിച്ചിരിക്കുന്ന അങ്ങയുടെ അനാദി സ്നേഹത്തിനായി സ്തോത്രം. കർത്താവേ, ആ നന്മയ്ക്ക്, ആ വലിയ പദ്ധതിയുമാണ് വ്യതിചലിക്കുന്ന അനേകം പോരാട്ടങ്ങൾ ഞങ്ങൾക്കുണ്ട്, അനേകം പ്രതികൂലങ്ങൾ ഞങ്ങൾക്കുണ്ട്. എന്നാലും ഞങ്ങൾ അതിൽ ആശ്രയിക്കും. നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, തലമുറകളുടെ നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി ഈ കുടുംബത്തെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങേക്ക് പ്രാധാന്യം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രഥമ സ്ഥാനം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നമ്മുടെ കൃപകളെ കൊണ്ടാകുന്നത് അങ്ങേക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ, മുഖ്യ സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മുടെ പങ്കാളികൾക്ക്, കുടുംബാംഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാനും അന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. പരസ്പര സ്നേഹത്തിൽ, ബഹുമാനത്തിൽ അന്ന് ഞങ്ങളെ ആശീർവദിക്കണം. അതിനു വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുവാൻ, സ്നേഹത്തിന്റെ വേദന ചെയ്യുവാൻ, കുടുംബത്തെ കെട്ടിപ്പടുക്കുവാൻ, കുടുംബത്തെ പണിയുവാൻ, മേൽക്കുമേൽ പണിയുവാൻ. ഞാൻ എന്റെ വാതിലെ തകയാക്കുക, നീ എന്റെ നാമത്തെ അറിയാൻ ഉയർത്തുമെന്ന് ആധാരം ചിന്തിക്കുന്നവരാണ്. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭ എല്ലാ കുടുംബങ്ങളും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, ആരാധനയുമായിട്ടുള്ള ബന്ധത്തിൽ, ആലയവുമായിട്ടുള്ള ബന്ധത്തിൽ
എല്ലാവരെയും ബലപ്പെടുത്തണം. ആലയത്തിന് പുറത്ത്, കുടുംബത്തിന് പുറത്ത് വിവിധ തലങ്ങളിൽ ദൗത്യങ്ങളുമായിട്ട് നമ്മുടെ തിരിക്കുന്ന വേദനകൾക്കായി സ്തോത്രം ചെയ്യും. എല്ലാ പുതിയമാരെയും അനുഗ്രഹിക്കണം. എല്ലാ കുടുംബനാഥന്മാരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനമായ വളരെ ഭവനത്തെ പണിയുന്നു എന്നാൽ പറയുന്നില്ല. ഭവനത്തെ പണിയുവാൻ, ജ്ഞാനത്തോടുകൂടെ പണിയുവാൻ, വിവേകത്തോടുകൂടെ പണിയുവാൻ, വിശ്വാസത്തോടുകൂടെ പണിയുവാൻ നിങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ആലോചനയും എല്ലാ ബുദ്ധിയും ഉണ്ടാകുന്ന നയിക്കണം. നമ്മളെ ഉണ്ടാകുന്ന നയിക്കണം. സ്വർഗീയ ഭണ്ഡാരങ്ങളെ അത് തന്നെ എല്ലാ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമൃദ്ധമായി അനുഗ്രഹിക്കണം. തന്ന കൂട്ടായ്മയ്ക്കായി എല്ലാ നന്മകൾക്കായി സ്തുതിക്കുന്നു. ഈ ദേശത്തെയും വന്ന് അനുഗ്രഹിക്കണം. ദേശനിവാസികളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആപാലവർഗജനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണം. എല്ലാ മതവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. ക്രിസ്തു സ്നേഹം എല്ലാവരെയും കുറയ്ക്കണം. എല്ലാ സമാധാനവും സന്തോഷവും ധൈര്യവും ഉറപ്പുകൊണ്ട് ദേശനിവാസികളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി എല്ലാ ആരാധനകൾക്കായി ഇന്ന് സ്നാനം സ്വീകരിച്ച പൈതലിനായി സ്തുതിക്കുന്നു. കുടുംബത്തിന് വേണ്ടി വിശേഷമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ സ്നാനപ്പെട്ട എല്ലാ പൈതലുകളെയും സ്തുതിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. എല്ലാവരും ഞങ്ങൾ അതിന് സമർപ്പിക്കാനുള്ള സ്ഥിര കുടുംബങ്ങളെ എല്ലാ നന്മകൾക്കായി ഈ ദേശത്തെ വായുവും സാക്ഷ്യം അന്വേഷിക്കുവാൻ ഇടപെടുവാൻ ചെയ്യുവാൻ അങ്ങ് നിയമിച്ചിരിക്കുന്ന അച്ഛനായിട്ട് കൊച്ചമ്മയ്ക്കായിട്ട് കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കമ്മിറ്റികളെയും പോഷകങ്ങളെയും എല്ലാവരെയും ബലപ്പെടുത്തണം. എല്ലാവരെയും രാജകീയ പുരോഗമനമായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നതായി സ്തോത്രം. നിങ്ങളുടെ ശുശ്രൂഷകളുടെ ചെയ്യുവാൻ എല്ലാവരെയും സഹായിക്കും. എല്ലാവർക്കും സൗഖ്യം ഉണ്ടാകുന്നതായിരിക്കണം. ആരെങ്കിലും സുഖമില്ലാതിരിക്കുകയും നിങ്ങളുടെ സൗഖ്യം ഉണ്ടാകുന്നതായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇതിന്റെ സൗഖ്യമാക്കി നിങ്ങളുടെ അടുത്ത് സൗഖ്യം പകരണമേ. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് തന്നെ സൗഖ്യം പകരണമേ. പുതുബലവും ഉന്മേഷവും നൽകണം. സർവ്വമാനബോധത്തെ സ്വീകരിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സർവ്വ ദിവസമാണ് ക്രിസ്തുവിൽ കാരണമാകട്ടെ. ആമേൻ. Sarva
23 വർഷം ഒരു കുടുംബ സംഗമത്തിൽ ഭാഗമാകുവാൻ അടിയങ്ങൾക്ക് കുടുംബമായ ദൈവാലയ തലങ്ങളിലേക്ക് കടന്നു വരുവാൻ, കുടുംബമായി അങ്ങേ പാടി സ്തുതിക്കുവാൻ, കുടുംബമായി അവരുടെ വചനം പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ ദൈവകൃപയുടെ അനുഭവം ഞങ്ങൾക്ക് നൽകുന്നതായി നന്ദി അറിയിച്ചു. പരിശുദ്ധനായ ദൈവമേ, ഇത് ഞങ്ങൾക്ക് നൽകിയതായ വചനത്തിനായി സ്തുതി. കുടുംബം അതിനെ എങ്ങനെ ക്രമപ്പെടുത്തണം എന്നും കുടുംബ ജീവിതത്തിൽ ആർക്ക് പ്രാധാന്യം കൊടുക്കണം എന്നും കുടുംബ ജീവിതത്തിൽ എന്തിനു വേണ്ടി പ്രാധാന്യം നൽകണം എന്നും അവിടുത്തെ വചനത്തിൽ കൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനായി സ്തുതി. ഇന്ന് വചനം ഞങ്ങളോട് പങ്കുവെച്ച പ്രിയപ്പെട്ട ബിഷപ്പച്ചനെ അവരുടെ സമർപ്പിച്ചു. ദൈവവചനം പറയുവാൻ തക്കവിധം ആത്മാവിന്റെ ആലോചനകൾ നൽകി നാവിനെ ശക്തീകരിച്ചു. പ്രിയപ്പെട്ട അച്ഛന്റെ കൂടെ ലഭ്യമായ വചനം ജീവന്റെ വചനമായി സ്വീകരിപ്പാനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ആ വചനത്തോടും ഫലപ്രകടിപ്പിക്കുന്നതിന് ജീവിതത്തിൽ ക്രമപ്പെടുത്തുവാൻ ദൈവം കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വചനം കേട്ട് ആ വചനം ഉപേക്ഷിക്കുന്നവരായിട്ടല്ല, വചനം കേട്ട് വചനത്തിന് വേണ്ടി ജീവിക്കുന്ന, വചനം കേട്ട് വചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, വചനം ഉൾക്കൊള്ളുന്ന, വചനത്തിൽ വെളിച്ചം ജീവിക്കുന്ന ദൈവത്തിന്റെ ജനതയായി തീരുവാൻ അവിടുത്തെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വഴിപാടുകൾ സമർപ്പിച്ചു അതവിടെ സ്വീകരിച്ചതായി സ്തോത്രം. കഥാവിശേഷ സ്തോത്രങ്ങളുമായി കടന്നുവന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രാർത്ഥിക്കുന്ന റോസി അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിഷേകാദികൾ സ്വീകരിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ, വേണ്ടുന്ന സൗഭാഗ്യവും നന്മയും പ്രിയ കുടുംബത്തിൽ വ്യക്തിത്വത്തെ ലഭ്യമാക്കിക്കൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓർക്കുന്നു പ്രിയ സഹോദരന്മാർ ജീവിതത്തോട് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്നതിലും അവരുടെ പ്രവർത്തന മേഖലയിൽ കൂടെ ഇരിക്കണമേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ സ്വർഗ്ഗം കേൾക്കുമാറാകണമേ. വഴി നടത്തുവാൻ ആലോചന നൽകുവാൻ കൂടെ ഇരിക്കണമേ. നിലവിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു തൊഴിൽ ജീവിതത്തിലെ പ്രവേശിപ്പാൻ ദൈവം കൃപയുണ്ടാൽ ലഭ്യമായ തൊഴിൽ നന്ദിയോടുകൂടെ ദൈവസന്നിധി അനുഗ്രഹത്തോടുകൂടെ അനുഭവിച്ചെടുക്കുവാൻ കൃപയുണ്ടാകണമേ. അവരോടുള്ള യാത്രയിൽ കൂടെ ഇരിക്കണമേ. ദൂതന്മാരുടെ സംരക്ഷണം ലഭ്യമാക്കിക്കൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവത്തിന്റെ ഭാഗ്യെ ദൈവപുത്രനെ സ്വീകരിക്കുകയും അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. തോമസ് ഓർക്കുന്നു. അവരുടെ കുടുംബമായി ദൈവത്തിൽ വന്നു, കുടുംബമായി സമർപ്പിച്ചു. കഴിഞ്ഞ നാളുകളിൽ കുടുംബമായി അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി അറിയിക്കുവാൻ അവരെ തിരഞ്ഞെടുക്കുവാനോ കൂടെ ഇരിക്കണമേ. വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അശ്വനായ ഐശ്വര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരുടെയും ആവശ്യങ്ങളെയും അറിയണമേ. രണ്ടുപേരുടെയും പ്രവർത്തന മേഖലകൾ വിദ്യാഭ്യാസങ്ങളിൽ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിലെ ബലപ്പെടുത്തണമേ. ആവശ്യമെല്ലാ കാര്യങ്ങളിലും അവരെല്ലാ ശുശ്രൂഷകളിലും പ്രാർത്ഥനകളിലും കർത്താവിന്റെ കൃപാനുഗ്രഹങ്ങൾ ലഭ്യമാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ ആലയത്തിന് വേണ്ടി രണ്ടുകാലം ചായക്കെട്ട് നേരത്തെ സമർപ്പിച്ച വ്യക്തിയുണ്ട്. അവരെ സഹോദരികൾ ഓർക്കുന്നു, അവരുടെ ജീവിതത്തെ ഓർക്കുന്നു, അവരുടെ കുടുംബത്തെ ഓർക്കുന്നു, പ്രവർത്തനങ്ങൾ ഓർക്കുന്നു. തീർച്ചയായും സമർപ്പിച്ച ആ കെട്ട് സഭയുടെ എല്ലാ ആവശ്യങ്ങളുടെ പ്രവേശിക്കപ്പെടുവാൻ ഇടവരുത്തണമേ. അത് സമർപ്പിച്ച ആ വ്യക്തിയുടെ ജീവിതം, ആ വ്യക്തിയുടെ കുടുംബം, ആ വ്യക്തിയുടെ പ്രവർത്തനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനങ്ങളാക്കി, ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദിവസമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്നലെ പൂക്കൾ നേരത്തെ സമർപ്പിച്ച പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേരത്തെ സമർപ്പിക്കുവാൻ ആലോചന നൽകി, നന്മകൾ നൽകി, ഇനിയും അധികമായി നന്മകളോട് ചെന്നു പോകുക ദൈവകൃപ പ്രാർത്ഥിക്കുന്നു. ഈ ആദ്യത്തെ കുടുംബമായി എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. വൈദ്യമായിരിക്കുന്നവരെയും കൊണ്ട് അനുഗ്രഹിക്കണമേ. വചനത്തിൽ ഒരു വർഷം കൂടി ചെയ്യുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് വചനമായി ഞങ്ങളുടെ മധ്യമായിരുന്ന ബിഷപ്പച്ചനെയും കുറിച്ചുടെയും കുടുംബത്തിനെയും ദൈവം അവരെ നിയോഗിച്ചു. അവരുടെ യാത്രയിലും ശുശ്രൂഷയിലും എപ്പോഴും അവർ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദപരിധികളിലായതുകൊണ്ട് ദൈവവചനം ശ്രദ്ധിച്ച ഈ ആരാധന ഭാഗമായി കൊണ്ടിരിക്കുന്ന, ഈ പ്രാർത്ഥനയിൽ ഭാഗമായി കൊണ്ടിരിക്കുന്ന എല്ലാ
വലിയ തടസ്സങ്ങളിലേക്ക് അവിടേക്ക് പ്രകാരം ഈ ആലയത്തിലേക്ക് ചേർക്കണം. ഒന്നിച്ച് ഈ വർഷം അവസാനകാലത്തിൽ പങ്കുചേരുന്നു. അവിടെ സാക്ഷ്യങ്ങളുടെ അനുഭവിച്ചും പാപമോചനത്തിന്റെ അനുഭവത്തോടും ഒരു പുതുവർഷത്തേക്കാണ് ഈ ദേവാലയത്തിൽ വെച്ചുകൊണ്ട് തന്നെ ആ പുതിയ വർഷത്തെ അനുഭവമാണ് പ്രാർത്ഥിക്കുന്നു. കുറ്റങ്ങൾ പാപങ്ങൾക്ക് ക്ഷമിക്കണമേ. വീണ്ടെടുക്കുന്നതാണ് ഞങ്ങളുടെ കൂടെ മനോഹരമായ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകി. ഈ ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതത്തിൽ ആശീർവാദത്തിന്റെ അനുഭവമാക്കി ലഭ്യമാക്കണം. യേശുനാഥ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സംഗീതരാമേ. സുഖസ്ഥനായ രാമേ. അതിനുശേഷം മാത്രമേ ഈ വർഷാന്ത്യ പുനഃസ്കാരത്തിന് അവസാനിക്കുന്നതിന് പ്രാർത്ഥനയോടുകൂടി പരിശീലനം നമ്മുടെ സഭയുടേതായ 93ാമത്തെ സഭാവാർഷികം അതിൻ്റെ ആഘോഷം നടന്നു വരുന്ന കാലഘട്ടമാണ്. സഭാവാർഷിക ദിനം നാളെയാണ്, ജനുവരി 1-ാം തീയതി. നാളെ വൈകുന്നേരം 7 മണിക്ക് വിശുദ്ധ നന്ദിയപ്പൻ ആരാധനയുണ്ടായിരിക്കുന്നതാണ്. സഭാവാർഷികവുമായി ബന്ധപ്പെട്ട് പുനഃപ്രതിഷ്ഠ വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള നന്ദിയപ്പൻ ആരാധന നാളെ വൈകുന്നേരം 7 മണിക്കുണ്ടായിരിക്കും. വിശേഷ വിദ്യയായി വരുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ് മോഹൻദാസ് സ്വാഗതം ചെയ്തുകൊണ്ട് 2, 3, 4 ദിനങ്ങളിൽ സുവിശേഷ കൺവെൻഷൻ
ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സഭയിലെ സഭാധ്യക്ഷൻ നമ്മളോടൊപ്പമായിരുന്ന് ഇന്നത്തെ ആരാധനയിൽ പങ്കെടുക്കുവാനും കുടുംബമായി കടന്നു വരുവാൻ നിങ്ങളെ ദൈവം സഹായിച്ചു. കഴിഞ്ഞ 93 വർഷക്കാലം ഈ ദേശത്ത് ഈ സഭയിൽ വരുന്ന ഓരോ കുടുംബങ്ങൾക്കും ഈ സഭ എത്രമാത്രം ഈ സഭയിൽ നിന്നുള്ള വളർച്ച എത്രമാത്രം പ്രയോജനമുണ്ടായിരുന്നു. ഇനിയും ആ വളർച്ചയിൽ നിന്ന് ഈ പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 2024 ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ദേശത്തെയും കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ഈ സഭ അതിനൊരു മാർഗ നിർദ്ദേശമായി അനേക കുടുംബങ്ങളെ ഇനിയും കൂട്ടിച്ചേർക്കുന്ന ഒരു സ്ഥലമായി അനേകർക്ക് ഇവിടെ വരുമ്പോൾ ഒരു കുടിക്കൂടിലേക്ക് കടന്നു വരുന്ന രീതിയിൽ അവരെയും അടച്ചു ചേർത്ത് അനേക കുടുംബങ്ങളെ ഇനിയും കൂട്ടിച്ചേർക്കുവാൻ അവരെയും നിങ്ങളുടെ സ്വന്തമായി കരുതിക്കൊണ്ട് അവരുമായി ചേർന്ന് വളരുവാൻ ദേശത്തെയും ഈ സഭയെയും ഇവിടുത്തെ സഭയിലെ എല്ലാ ഭാരവാഹികളും ദൈവം അനുഗ്രഹിക്കട്ടെ. ഏറ്റവും അനുഗ്രഹപ്രദമായ 2024 നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷം. അസന്റെയും അസന്റെയും സാഹിത്യത്തിൽ നിറഞ്ഞ ഹൃദയത്തോടുള്ള സന്തോഷം അറിയിക്കുന്നു. ഔദ്യോഗികമായി നന്ദി പറയേണ്ടതായിട്ട് ക്രിസ്തുവിന്റെ ഈ കുടുംബവാർഷികത്തിലേക്ക്, കുടുംബ സമൂഹത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ഇന്നേ ദിവസം നടത്തിയ ഇതിൽ പങ്കെടുക്കുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും സഹായിച്ച സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നേ ദിവസം മുഖ്യ സന്ദേശം പറഞ്ഞ ബിഷപ്പ് റവറൻഡ് ഡോക്ടർ സെൽവരാജനാണ്. അച്ഛൻ പാശ്ചേക്കൽ സഭയിലാണ്, പാശ്ചേക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. അച്ഛന് പ്രധാനമായും കുടുംബ സംഘവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത്. ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു നന്മ ഉണ്ടാകണം, അത് ദൈവത്തിൽ സമർപ്പണം ഉള്ള കുടുംബമായിരിക്കണം, അതുപോലെ തന്നെ അത് കൂട്ടായ്മയുടെ ഒരു കുടുംബമായിരിക്കണം. എന്നീ ഈ 3 കാര്യങ്ങളാണ് ഈ കുടുംബ സമൂഹത്തിൽ അച്ഛൻ നമ്മോട് ഉപദേശിച്ചത്. ഇത് വരുന്ന വർഷം വരെ, ഈ അടുത്ത വർഷം കുടുംബ സംഘം കൂടുന്നത് വരെ ഈ 3 കാര്യങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ ഓർമ്മ നിൽക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ നല്ലൊരു സതുദ്ദേശം നൽകിയ റവറൻഡ് ഡോക്ടർ സെൽവരാജന് സഭയുടെയും സഭാ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിച്ചോളാം. അച്ഛൻ്റെ കൂടെ ഇന്നിവിടെ കടന്നു വന്ന അച്ഛൻ്റെ ഭാര്യയും മകളുമുണ്ട്. കൊച്ചമ്മയുടെ പേര് കേരളം എന്നാണ്, മകളുടെ പേര് ജെൻസിസ് എന്നാണ്. ഇന്നേ ദിവസം ഇവിടെ ആശംസ പറഞ്ഞ കൊച്ചമ്മയ്ക്കും കുടുംബത്തിനും സഭയുടെ പേരിലും സഭാ കമ്മിറ്റിയുടെ പേരിലും ഈ കുടുംബ സമൂഹത്തിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിച്ചോളാം. അടുത്തതായി അഭിചരണം ആചരിച്ച നമ്മുടെ സഭയിലെ പുരോഹിതനായിരിക്കുന്ന റവറൻഡ് ശൈലാലാണ്. അച്ഛനാണ് ഈ കുടുംബ സമൂഹത്തിലെ ഏറെക്കുറെ കാര്യങ്ങളും ഞങ്ങളെ ക്രമപ്പെടുത്തുകയും അതുപോലെ തന്നെ ഈ പറഞ്ഞ അവരുടെ സേവനാരാധന കാണുകയും ഈ കുടുംബ സമൂഹത്തിലേക്ക് ക്ഷണിക്കുകയും എല്ലാം ചെയ്തത് അച്ഛനാണ്. അച്ഛൻ ഇത്രയും മനോഹരമായ രീതിയിൽ ഈ കുടുംബ സമൂഹം ഇവിടെ ക്രമീകരിക്കാൻ സഹായിച്ച സഭാ ശുശ്രൂഷന് സഭയുടെ പേരിലും സഭാ കമ്മിറ്റിയുടെ പേരിലും കുടുംബ സമൂഹത്തിന്റെ പേരിലുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി ഞാൻ പറയുന്നത്, ഇന്ന് ആൾക്കാരെ മനോഹരമായ രീതിയിൽ പൂക്കളം ക്രമീകരിച്ചിരിക്കുന്ന അച്ഛൻ്റെ കൊച്ചമ്മയാണ്. കൊച്ചമ്മയ്ക്ക് ഈ സഭയുടെ പേരിലും സഭാ കമ്മിറ്റിയുടെ പേരിലും ഈ കുടുംബ സംഗമത്തിന്റെ പേരിലുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിച്ചുകൊള്ളും. അടുത്തതായി നന്ദി പറയുന്നത് കൊയറിനോട്ടാണ്. മനോഹരമായ ഗാനങ്ങൾ ആരംഭിച്ച കൊയറിനും അതുപോലെ തന്നെ കീബോർഡ് വായിച്ച ജിമ്മിനും സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്ത സുഹൃത്തുക്കൾക്കും സഭയുടെ പേരിലും സഭാ കമ്മിറ്റിയുടെ പേരിലും ഈ കുടുംബ സംഗമത്തിന്റെ പേരിലുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത്, ഏതൊരു കാര്യം സഭയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യവും വിജയത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ
വിജയിച്ചെടുക്കുവാനും അത് ഉന്നതങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് 9 മണിക്ക് ആരാധനകളെ ക്രമീകരിക്കുകയും എല്ലാവരും സഭയിലുള്ള ഏറെക്കുറെ നമ്മുടെ ആൾക്കാരും ഈ കുടുംബസംഗമത്തിൽ പങ്കെടുക്കുകയും ഈ കുടുംബസംഗമത്തെ വിജയമാക്കി തീർത്ത ഈ സഭയിലെ ഓരോ സഭാ വിശ്വാസികൾക്കും ചാരത്ത ദൂരത്തുമായി ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ കുടുംബസംഗമത്തിൻ്റെ പേരിലും സഭയുടെ പേരിലുള്ള നന്ദി ഞാൻ ഈ സമയം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിടം ചെയ്യുന്നു. ഈ കുടുംബസംഗമത്തിൻ്റെ പേരിലുള്ള ഒരു സ്നേഹോപകാരം സ്വീകരിക്കുന്നതിലേക്കായി ഡോക്ടർ സെൽവരാജ് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. അത് നൽകുന്നതിലേക്ക് നമ്മുടെ സഭയിലെ സഭാപിതാവിനെ ക്ഷണിച്ചുകൊള്ളുന്നു.